എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടുപറമ്പിൽ അല്ലെങ്കിൽ തോട്ടത്തിൽ വളർത്താൻ പറ്റിയ വളരെ അമൂല്യമായ ഒരു ആയുർവേദ സസ്യത്തെക്കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ചെടി മറ്റൊന്നുമായിരുന്നില്ല, ആയുർവേദത്തിലേറെ പ്രാധാന്യമുള്ള തിപ്പല്ലി അല്ലെങ്കിൽ സാധാരണയായി വിളിക്കുന്ന തിപ്പല്ലിയാണിത്. ഞാനിത് നമ്മുടെ കുരുമുളക് ചെടിക്കൊപ്പം തന്നെയാണ് വെച്ച് പിടിപ്പിച്ചത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നന്നായി കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാണാൻ വളരെ മനോഹരവും അതിനേക്കാളേറെ ഗുണങ്ങളുമുള്ള ഈ സസ്യമാണ് ഇത്. പിപ്പല്ലി കൂടാതെ കഷായം ഇല്ല എന്ന് ആയുർവേദത്തിൽ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. അത് വെറുതെ പറയുന്ന ഒന്നല്ല. ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ത്രികടു, കുരുമുളക്, ചുക്ക്, തിപ്പല്ലി എന്ന കൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് തിപ്പല്ലി. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ജലദോഷം, ചുമ, ആസ്മ, ദഹനക്കേട്, വിശപ്പില്ലായ്മ തുടങ്ങി ഒട്ടനേകം രോഗങ്ങൾക്ക് പ്രതിവിധിയായി തിപ്പല്ലി ഉപയോഗിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഔഷധമാണിത്. ഇനി ഇതിൻ്റെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കുരുമുളക് കൃഷിക്ക് സമാനമാണ് തിപ്പല്ലിയുടെ കൃഷിയും. കുരുമുളകിൻ്റെ കൂടെ വെച്ച് പിടിപ്പിക്കാം എന്ന് കേട്ടപ്പോഴാണ് ഞാനും ഇത് പരീക്ഷിച്ചു നോക്കിയത്. ഇത് വളരെ ശരിയാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. കുരുമുളക് വള്ളി പടരുന്ന അതേ അന്തരീക്ഷവും താങ്ങുകളും തന്നെയാണ് തിപ്പല്ലിക്കും ആവശ്യം. വള്ളികളായി പടർന്നു വളരുന്ന ഈ ചെടിക്ക് അധികം പരിചരണമൊന്നും ആവശ്യമില്ല. നല്ല മണ്ണും ആവശ്യത്തിന് ഈർപ്പവും തണലും ലഭിച്ചാൽ ഇത് വളരെ പെട്ടെന്ന് പടർന്നു പന്തലിക്കുകയും നല്ല രീതിയിൽ വിളവ് തരുകയും ചെയ്യും. ജൈവവളങ്ങൾ മാത്രം നൽകി വളരെ എളുപ്പത്തിൽ വീട്ടുമുറ്റത്ത് വളർത്താം. ഇവിടെ കണ്ടില്ലേ, തിപ്പല്ലിയുടെ കായകൾ നീളത്തിൽ കുരുമുളക് തിരികൾ പോലെയാണ് ഉണ്ടാകുന്നത്. ആദ്യമുണ്ടായപ്പോൾ പച്ച നിറത്തിലും പാകമാകുമ്പോൾ കറുപ്പോ അല്ലെങ്കിൽ കടും തവിട്ട് നിറത്തിലോ മാറും. ഇവ പറിച്ചെടുത്ത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയ ശേഷമാണ് ഔഷധമാക്കി ഉപയോഗിക്കുന്നത്. നന്നായി ഉണക്കിയ തിപ്പല്ലി പൊടിച്ച് തേനിലോ ചെറു ചൂടുവെള്ളത്തിലോ കഴിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടാൻ, തൊണ്ടയിലെ അണുബാധകൾ മാറ്റാനും വളരെ നല്ലതാണ്. സ്ഥലപരിമിതിയുള്ളവർക്കും കുരുമുളക് തോട്ടമുള്ളവർക്കും ഒരു അധിക വരുമാന മാർഗമായും സ്വന്തം ആവശ്യത്തിനുള്ള ഔഷധമായും തിപ്പല്ലി ധൈര്യമായി വളർത്താം. നിങ്ങളിൽ ആരെങ്കിലും ഈ ചെടി ഇതുപോലെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റിൽ പങ്കുവെക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.